നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി സ്ഥാപിച്ചിട്ടുള്ള സബർമതി ആശ്രമത്തിൻ്റെ ഉള്ളിലാണ്. ഇങ്ങോട്ടേക്ക് എങ്ങനെ വന്നതിനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിനടുത്താണ് കേട്ടോ, സബർമതി ആശ്രമം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് കുറച്ച് ഭാഗം മെട്രോക്ക് വന്നു, അതിനുശേഷം ഓട്ടോക്കാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഈ കാണുന്നതാണ് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷന്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ, ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. അൺലിമിറ്റഡ് ഫുഡ് കൊടുക്കുന്ന ഹോട്ടലാണ്. 100 രൂപക്ക് ഒരു പനീർ സബ്ജി, ഒരു കടോർ സബ്ജി, ഒരു വെജ് സബ്ജി, അതുപോലെ തന്നെ എത്ര വേണമെങ്കിലും റൊട്ടിയും പിന്നെ പരിപ്പ് കറിയും ചോറും കിട്ടും കേട്ടോ. ഈ കാണുന്ന ഈ ഹോട്ടലാണ്. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇവർ അൺലിമിറ്റഡ് ആയിട്ട് റൊട്ടിയും പിന്നെ ചോറ് എത്ര വേണമെങ്കിലും തരും. ഫുഡൊന്നും വേസ്റ്റ് ആക്കരുതെന്ന് കുറേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മേടിക്കുന്ന കറിയും ചപ്പാത്തിയും എല്ലാം കഴിക്കണം, അല്ലാതെ കഴിക്കാതെ വേസ്റ്റ് ആക്കിയാൽ ഡബിൾ ചാർജ് ഈടാക്കുമെന്ന് മെയിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടുന്ന് കുറേ റൊട്ടി കഴിച്ചു. നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റേഷനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പ്ലാറ്റ്ഫോമിലൂടെ അപ്പുറത്തേക്ക് പോകണം. ഇതിൻ്റെ അപ്പുറത്തറ്റത്താണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. കാലൂപൂർ മെട്രോ സ്റ്റേഷൻ എന്ന് പറയും. നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ആദ്യം, എന്നിട്ട് മെട്രോയിൽ കയറിയിട്ട് ബാക്കി നോക്കാം. നമ്മുടെ ഇന്ത്യയിലെ മേജർ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരെണ്ണവും ഗുജറാത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുമായിട്ടുള്ള അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ റീഡെവലപ്മെൻറ്റ് വർക്ക് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ഇങ്ങനെ കച്ചറയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ കാണിച്ചു തരാം. ഗുജറാത്തിലെ തന്നെ ഏറ്റവും വലിയ സിറ്റിയാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു അഹമ്മദാബാദിൻ്റെ പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞാനുള്ളത്. തൊട്ട് ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ വൃത്തി എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇല്ല കേട്ടോ. എല്ലാവരും മുറുക്കി തുപ്പി മറ്റേ പാൻ മസാല ആ സാമാനങ്ങളൊക്കെ തിന്ന് അതിൻ്റെ കവർ അവിടെ ഇവിടെ ഒക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. മൊത്തം ചളിയും ഒന്നും പറയണ്ട. ഒന്നാമത് ഇത് പണിയെടുത്തുകൊണ്ടിരിക്കുക ഈ ഒരു സ്റ്റേഷന്. പിന്നെ ഈ വൃത്തികേട് ആവുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ ദൈവമേ, നോക്കുമ്പം തന്നെ എന്തോ പോലെയാവുന്നത്. ഇത് ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ, മൊത്തം കച്ചറയാന്ന് വെച്ചാൽ മൊത്തം കച്ചറ. ഇതൊക്കെ മൊത്തം മറ്റേ പാൻ മസാലയുടെ പാക്കറ്റുകളാണ് കേട്ടോ. ഇതൊക്കെ ആരോ തുപ്പിയിട്ട്. എൻ്റെ പൊന്നെ, ഇവിടെ ലോക്കലി ആൾക്കാരെല്ലാവരും ഈ ഒരു സ്റ്റേഷനെ വിളിക്കുന്നത് കാലൂപൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കേട്ടോ. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങിയ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും റെയിൽവേ കണക്ടിവിറ്റി ഈ ഒരു അഹമ്മദാബാദിൽ നിന്നുണ്ട്. വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിൽ വരുന്ന അഹമ്മദാബാദ് ഡിവിഷൻ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഒരു ഡിവിഷൻ്റെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. കുറച്ച് വൃത്തിയാക്കി കുടിയന്മാർക്ക് എന്തുവാ അല്ലേ. എത്ര നാട്ടിൽ നിന്നുള്ള ആൾക്കാർ, ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ. എന്നിട്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് തന്നെ ഒരു അറപ്പ് വരുന്നുണ്ടാവും. നമ്മളിവിടെ വന്നു പോയല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്ക് തന്നെ വരും ഈ ഒരു കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത്. അതുപോലെ ഈ ഒരു അഹമ്മദാബാദിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒരു അഭിമാന പ്രൊജക്റ്റായിട്ടുള്ള ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പില്ലറുകളും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്കുകൾ അങ്ങനെ ഒന്നും ആയിട്ടില്ല, ഒരുപാട് പണികൾ ഇനിയും പെൻഡിങ് ആയിട്ട് നിൽക്കുവാണ്. അതുപോലെ ഈ ഒരു അഹമ്മദാബാദ് റെയിൽവേ ഡിവിഷൻ്റെ കീഴിൽ വരുന്ന 2 സബർബൻ സ്റ്റേഷനാണ് വട്വേയും സബർമതി എന്ന് പറയുന്നതും. ഈ 2 സ്റ്റേഷനുകൾക്കും ഡീസൽ ലോക്കോ ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡ് ഇതാണ്. FOB കയറിയിട്ട് നേരെ ഇങ്ങ് അറ്റത്തേക്ക് വന്നിട്ട് ഈ റോഡ് വഴി ഇങ്ങ് വന്നാൽ മതി. അപ്പോൾ ഇവിടെ കാലൂപൂർ മെട്രോ സ്റ്റേഷൻ്റെ ഇത് കാണാം, എൻട്രൻസ്. അതുവഴി താഴേക്കാണ് പോകേണ്ടത്. അണ്ടർഗ്രൗണ്ട് മെട്രോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യം നമ്മൾ ഇവിടുന്ന് കാലൂപൂർ മെട്രോ സ്റ്റേഷൻ നേരെ SP സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇത് ബ്ലൂ ലൈനാണ് കേട്ടോ. അവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ മാപ്പ്. ബ്ലൂ ലൈൻ മെട്രോയുടെ മാപ്പാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാലൂപൂർ മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്, SP സ്റ്റേഡിയം. ഇതിൽ തുടങ്ങുന്നത് വസ്ത്രാൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ തൊട്ട് സത്ലജ് ഗാം വരെ ഉണ്ട് കേട്ടോ ഈ ബ്ലൂ മെട്രോ എന്ന് പറയുന്നത്. ഇവിടെ മൊത്തം ബ്ലോക്കാക്കി ഇട്ടിരിക്കുവാണ്. ബ്ലോക്ക് മീൻസ് ഗ്ലാസ് ഇട്ടിട്ട് മെട്രോ വരുന്ന സമയത്ത് മാത്രം ഡോറ് തുറന്നിട്ട് ആൾക്കാർക്ക് കയറാം, അങ്ങനെയുള്ള സംവിധാനമാണ്. ഇത് അപ്പുറത്തൂടെ ഒരു മെട്രോ വരുന്നുണ്ട്. മെട്രോ നിർത്തി അതിൻ്റെ ഡോറ് തുറക്കുന്ന സമയത്ത് ഇത് തുറക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ. അങ്ങനെ SP സ്റ്റേഡിയത്തിലേക്കുള്ള മെട്രോയിൽ കയറി. ഇതിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടുന്ന് വണ്ടി എടുത്തു. സർദാർ പട്ടേൽ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവിടുന്ന് ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു 100 രൂപയുള്ളൂ എന്ന്. 3 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ടായിരുന്നു.
അതൊരു മര്യാദയുള്ള കൂലിയാന്ന് തോന്നിയോണ്ട് ഞാൻ ഓട്ടോക്കാണ് വന്നത് കേട്ടോ. അവിടുന്ന് മെട്രോക്കും വരാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാവേ. ആ ഓട്ടോക്ക് വന്നിട്ട് അങ്ങ് അവിടെ ഇറങ്ങിയത് കേട്ടോ ഞാൻ. എന്നിട്ട് ഇങ്ങോട്ടേക്ക് നടക്കുക. ഇവിടെ തന്നെ ഒരു ഗേറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞ, ആശ്രമത്തിലേക്ക് പോകുന്ന ഗേറ്റ്. നമുക്ക് നോക്കാം. ആ വഴി നടന്നു വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, ഗാന്ധി ആശ്രമം എന്ന് പറഞ്ഞിട്ടൊരു സൈൻ ബോർഡ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിനുള്ളിൽ തന്നെയാണ്. ഇവിടെ ഗാന്ധി ആശ്രമം മെമ്മോറിയൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫ്ലക്സ് പോലെ അടിച്ചിട്ട്. നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഗേറ്റിൻ്റെ ഉള്ളിൽ കയറി ഞാൻ. ഇവിടെ എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. സർവൈലൻസ് ക്യാമറയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഗുജറാത്തിലെ സബർമതി നദീതീരത്ത് ഗാന്ധിജി സ്ഥാപിച്ചിട്ടുള്ള ആശ്രമമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സബർമതി ആശ്രമം. ഗാന്ധി ആശ്രമം, ഹരിജൻ ആശ്രമം, സത്യാഗ്രഹ ആശ്രമം എന്നീ പേരുകളിലെല്ലാം ഈ ഒരു ആശ്രമം അറിയപ്പെടുന്നുണ്ട്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏകദേശം 12 വർഷങ്ങൾ ഈ ഒരു ആശ്രമത്തിലാണ് ചിലവഴിച്ചിട്ടുള്ളത്. ഈ തൊട്ടു താഴെ കാണുന്ന നദി തന്നെയാണ് സബർമതി നദി കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന നദികളിൽ ഒരെണ്ണമാണ് ഈ ഒരു സബർമതി എന്ന് പറയുന്നത്. അതിൻ്റെ തീരത്ത് തന്നെയാണ് ഈ ഒരു ആശ്രമം ഗാന്ധിജി സ്ഥാപിച്ചിട്ടുള്ളത്. ആ ഒരു സബർമതി തീരത്ത് നിൽക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ പുഴയും ആ ഒരു ബിൽഡിങ്ങും നൈസാണ്. മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഗേറ്റ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് നന്ദിനി ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പഴയ ഒരു വീടാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നന്ദിനി ഗസ്റ്റ് ഹൗസ് ശരിക്കും നിർമ്മിച്ചത് 1920 കേട്ടോ. ഈ ഒരു സബർമതി നദീ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന വീട് എന്ന് പറയുന്നത് ഈ നന്ദിനി ഗസ്റ്റ് ഹൗസാണ്. ഈ ഒരു ഗസ്റ്റ് ഹൗസ് ശരിക്കും എന്തിനാ ഉപയോഗിച്ചിരുന്നു വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികളുണ്ടാവുമല്ലോ ഗാന്ധിജിയെ കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെ വരുന്ന വിദേശികൾക്കും അതുപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഗാന്ധിജിയെ കാണാൻ വരുന്ന സമയത്തും അവർ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസാണ് ഈ ഒരു നന്ദിനി ഗസ്റ്റ് ഹൗസ് കേട്ടോ. ഈ ഒരു ഗസ്റ്റ് ഹൗസിൽ പണ്ട് ഗാന്ധിജീനെ കാണാൻ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ താമസിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ, റെജിനാൾഡ് റെനോൾഡ്സ്, ദീനബന്ധു ആൻഡ്രൂസ്, മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് താമസിച്ചിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസാണ് കേട്ടോ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1920 നിർമ്മിച്ചതാണ്. എന്താ അല്ലേ. ആ ഒരു നന്ദിനി ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഞാൻ അധികം സൗണ്ട് എടുത്ത് സംസാരിക്കുന്നില്ല. ഇവിടെ മൊത്തം സൈലൻ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. പുറത്തെല്ലാവരും ആൾക്കാർ ഒച്ചപ്പാടാക്കുന്നുണ്ട്, എങ്കിലും ഉള്ളിൽ സൈലൻ്റാണ്. മോത്തിലാൽ നെഹ്റു, പിന്നെ ഹക്കീം അജ്മൽ ഖാൻ, മുക്താദർ അഹമ്മദ് അൻസാരി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അവരുടെ രൂപവും പിന്നെ അവരെന്തൊക്കെയായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ ഒരു ആശ്രമത്തിൻ്റെ സൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗാന്ധി ആശ്രമം sabarmati.org. അതിൽ ഇവരെ ആശ്രമത്തിൻ്റെ ടൂറ്, ആക്ടിവിറ്റീസ് അറ്റ് ആശ്രം സൈറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, എങ്ങോട്ടൊക്കെ ഏതൊക്കെ മന്ദിരങ്ങളാണുള്ളത് എന്നുള്ളത് കേട്ടോ. അത് ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ്, അതൊക്കെ സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. മിരാ കുത്തിർ, വിനോബ കുത്തിർ, പ്രയർ പ്ലേസ്, റെസിഡൻസ് ഹൃദയ് കുഞ്ച്, റെസിഡൻസ് ഓഫ് ബാപ്പു, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ. ജൂൺ 17, 2017 നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാം ടോട്ടലാണെന്ന് പറഞ്ഞത്. ചാൾസ് കൊറിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന നാഴികക്കല്ലായിട്ടുള്ള ദണ്ഡി യാത്ര ആരംഭിച്ചത് ഈ ഒരു സബർമതി ആശ്രമത്തിൽ നിന്നായിരുന്നു.
നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കെട്ടിടമില്ലേ, ഈ ഒരു ചെറിയ ഈ ഒരു 2 മുറികളുള്ള ഒരു വീട്, ആ വീട് എന്ന് വെച്ചാൽ വിനോബ കുതിർ മീരാ കുതിർ എന്ന് പറയും. മീരാ കുതിർ, വിനോബ കുതിർ. കുതിർ മീൻസ് കുടീരം എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. അവരുടെ മൃതശരീരം വെച്ച സ്ഥലങ്ങളൊന്നുമല്ല. നമ്മളെ ഗാന്ധിജീനെ കാണാൻ വന്നിട്ടുള്ള വിനോബ ഭാവെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി 1918 തൊട്ട് 1921 വരെ ഈ ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്, സമയം ചിലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിനോടുള്ള ഒരു സ്മരണാർത്ഥമാണ് ഈ ഒരു വീടിന് വിനോബ കുതിർ അല്ലെങ്കിൽ വിനോബ കുടീരം എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മീരാ കുതിർ, മീരാ കുടീരം എന്നാണ് പറയുന്നത്. ഈ മീര എന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് വുമനായിരുന്നു. അവർ മഹാത്മാഗാന്ധിയുടെ ഒരു ഇതിൽ എന്താ പറയണ്ടേ, ഇൻസ്പയർ ആയിട്ട് അവരുടെ മഹാത്മാഗാന്ധിയുടെ ശിഷ്യയായിട്ട് ഇവിടെ വന്ന് താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 1925 തൊട്ട് 1933 വരെ ഈ ഒരു കോട്ടേജിലാണ് ആ സ്ത്രീ താമസിച്ചിരുന്നത്. അങ്ങനെ അവരുടെ ഒരു സ്മരണാർത്ഥമാണ് ഇത് മീരാ കുതിർ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആശ്രമമില്ലേ, ഈ ആശ്രമത്തിനെ ഹൃദയ് കുഞ്ച് എന്നാണ് പറയുന്നത്. ഈ ആശ്രമത്തിലായിരുന്നു ഗാന്ധിജി തൻ്റെ ജീവിതത്തിലെ 12 വർഷങ്ങൾ ചിലവഴിച്ചിരുന്നത് കേട്ടോ. അദ്ദേഹം താമസിച്ചിരുന്ന ഒരു കോട്ടേജാണിത്, ആശ്രമം ഹൃദയ് കുഞ്ച് എന്ന് പറയും. ആ ഒരു ഹൃദയ് കുഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗാന്ധിജി 1918 തൊട്ട് 1930 വരെ ഈ ഒരു ഹൃദയ് കുഞ്ചിലാണ് താമസിച്ചിരുന്നത്. ഈ ഹൃദയ് കുഞ്ചിനോട്, അതായത് ഗാന്ധിജി താമസിച്ചിരുന്ന ആ ഒരു മന്ദിരത്തോട് ചേർന്ന് തന്നെ ഇവിടെ വേറൊരു പ്രാർത്ഥനാ ഭൂമി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി കൂടിയുണ്ട്. ഉപാസനാ മന്ദിർ എന്ന് പറയും. കണ്ടോ, ആ ഒരു മണലിട്ട ഒരു ചെറിയൊരു ഏരിയ ആണ്. മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തണലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുമായിരുന്നു ഗാന്ധിജി. ഈ ഒരു ഉപാസനാ മന്ദിർ ആ ഒരു പേര് പോലെ തന്നെ ഒരു പ്രാർത്ഥനാലയമാണ് കേട്ടോ. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അതായത് ഗാന്ധിജിയെ കാണാൻ വരുന്ന ആൾക്കാരും ഗാന്ധിജിയുടെ ശിഷ്യന്മാരും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പ്രാർത്ഥനാ ഭൂമി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാന്ധിജിയെ കാണാൻ വരുന്ന ആശ്രമവാസികളുടെ സംശയങ്ങൾ കേൾക്കുകയും അത് സംശയങ്ങളുടെ മറുപടി, അതായത് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബുള്ള സ്ഥലമല്ലേ ഇതൊക്കെ. അവിടെ വൈകുന്നേര സമയങ്ങളിൽ ഇരിക്കാനും ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിക്കാനും ഒരു മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ആ ഒരു പ്രാർത്ഥനാലയത്തിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഗാന്ധിജിയുടെ ചെറിയൊരു പ്രതിമയാക്കി വെച്ചിട്ടുള്ള ഒരു പാർക്ക് പോലത്തെ ഒരു സംഗതി ഉണ്ട്. ഇതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല. ചെറിയൊരു പ്രതിമയാണേ. ഈ സബർമതി ആശ്രമത്തിലേക്ക് നിങ്ങൾക്ക് മെട്രോക്ക് വരാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അഹമ്മദാബാദ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിന് തൊട്ടടുത്തുള്ള കാലൂപ്പൂർ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം. അത് ബ്ലൂ ലൈനാണ് വരുന്നത്. എന്നിട്ട് അവിടുന്ന് നേരെ ഓൾഡ് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് ടിക്കറ്റ് എടുക്കുക. ഒരു 10 രൂപയൊക്കെ ടിക്കറ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഓൾഡ് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങാം. അവിടുന്ന് തന്നെ റെഡ് ലൈൻ മെട്രോയും അവിടുന്ന് തന്നെ തുടങ്ങുന്നുണ്ട് ഈ ഒരു ഓൾഡ് ഹൈക്കോർട്ടിൽ നിന്ന്. എന്നിട്ട് തിരിച്ച് വേറൊരു ടിക്കറ്റ് കൂടി എടുത്തിട്ട് ഓൾഡ് ഹൈക്കോർട്ടിൽ നിന്ന് നേരെ റാണിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടക്കാനുള്ള ദൂരെ ഈ ഒരു സബർമതി ആശ്രമത്തിലേക്കുള്ളൂ. നമ്മളങ്ങനെ ഗാന്ധിജി സ്ഥാപിച്ചിട്ടുള്ള സബർമതി ആശ്രമമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ ഒരു അഹമ്മദാബാദ് എന്നുള്ള സ്ഥലത്തിൻ്റെ കുറച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ ആദ്യ തലസ്ഥാനം അഹമ്മദാബാദ് ആയിരുന്നു കേട്ടോ. ഇപ്പം അഹമ്മദാബാദ് അല്ല, ഗാന്ധിനഗറാണ് ഇപ്പോഴത്തെ ഗുജറാത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ പഴയ തലസ്ഥാനമായിട്ടുള്ള ഈ ഒരു അഹമ്മദാബാദ് സബർമതി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗുജറാത്തിലെ ഏറ്റവും വലിയ ഒരു നഗരം കൂടിയാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത്. 1411 സുൽത്താൻ അഹമ്മദ് ഷാ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി സ്ഥാപിച്ചിട്ടുള്ള നഗരമാണ് അഹമ്മദാബാദ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക, വാണിജ്യ, സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഈ ഒരു അഹമ്മദാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി. പണ്ട് അഷാവൽ
എന്നും പിന്നീട് കർണാവതി എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം കൂടിയാണ് അഹമ്മദാബാദ്. അതുപോലെ തന്നെ ഈ ഒരു അഹമ്മദാബാദ് സിറ്റിക്ക് വേറൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യുനെസ്കോ ലോക പൈതൃക നഗരം കൂടിയാണ് അഹമ്മദാബാദ്. അങ്ങനെ ഒരു വലിയ പ്രത്യേകത ഈ ഒരു അഹമ്മദാബാദ് നഗരത്തിനുണ്ട്. നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ വെച്ചിട്ട് പറയുന്നതാണ്. ഇതൊക്കെ ഞാൻ ഇവിടുന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഭയങ്കര പേര് കേട്ടതാണ്. അത്രയും പേര് കേട്ടതായതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിനെ കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു പ്രാർത്ഥനാ ഭൂമിയില്ലേ, അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഗാന്ധിജിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പഴയ ചരിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു മ്യൂസിയം. ഈ ഒരു ആശ്രമത്തിൽ വന്നിട്ട് ഞാൻ കുറച്ച് മലയാളികളെ കണ്ടു കേട്ടോ. കോഴിക്കോടൊക്കെ ഉള്ളവർ ഉണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട് പരിചയപ്പെട്ടു. എന്നിട്ട് ഒറ്റക്കാണോ യാത്ര ചെയ്യുന്നതൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് തന്നെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞു. അവർ നേരത്തെ പോയിന്ന് തോന്നുന്നു. ഞാൻ പിന്നെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് മെല്ലെ വന്നു. അവർ പോയി, യാത്ര പറയാൻ വേണ്ടി പറ്റിയില്ല. ഇത് കണ്ടോ, മഹാത്മാഗാന്ധി നൂൽക്കുന്ന ചക്രമില്ലേ, അതിവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലത്തെ സാധനം ഇങ്ങനെ ആക്കി വെച്ചിട്ട് നൈസല്ലേ ലുക്ക്. यहाँ पे उंगली टच। हाँ जैसे रियल वर्किंग बड़े चक्कर लगाऊंगा। ऐसा बनेगा ढाका। നൈസ് നൈസ് നൈസ്. അത് റിയലായിട്ടാവുന്നുണ്ട് കേട്ടോ. അവിടെ ആ ഒരു പഞ്ഞി വെക്കുന്ന സമയത്ത് അത് ഇതിൽ കയറിയിട്ട് ഇങ്ങനെ നൂലായി മാറുന്നുണ്ട്. അടിപൊളിയാണേ. 250 രൂപയാണ് കേട്ടോ ഇതിന് പറയുന്നത്. പോകുന്ന വഴിക്ക് നല്ല കടലാസ് ചെടികൾ കണ്ടോ, പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്ത് രസമല്ലേ. അത് താഴേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുവാണേ. അടിപൊളി. ഇനിയിപ്പം ഞാൻ എങ്ങോട്ട് പോകും ഗൈസ് നോക്കട്ടെ. ഇവിടുന്ന് റാപ്പിഡോ കിട്ടുമോ നോക്കട്ടെ. എന്നിട്ട് ഞാൻ SP സ്റ്റേഡിയത്തിൻ്റെ അവിടെ പോയിട്ട് ഒരു ചൗക്കുണ്ട്, നേരെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മാർക്കറ്റിലാണ്. മനേക് ചൗക്ക് എന്ന് പറയും. മനേക് ചൗക്ക് ഇവിടെ അഹമ്മദാബാദത്തെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ. ഇത് ചൗക്ക് എന്ന് ഇവർ പറയാം, മാർക്കറ്റ് എന്ന് പറയില്ല, ചൗക്ക്. ബാബ മനേക്നാഥ് അദ്ദേഹം ഒരു 15-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു ലെജൻഡറി ഹിന്ദു സെയിൻ്റ് ആയിരുന്നു. ഒരു ഹിന്ദു സന്യാസിയായിരുന്നു. എന്താ പറയണ്ടേ, ബാബ മനേക്നാഥ് പറഞ്ഞിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ ഒരു ചൗക്കിന് കൊടുത്തിട്ടുള്ളത്, ഈ മാർക്കറ്റിന്. അതുപോലെ ഈ ഒരു മനേക് ചൗക്കിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങളിപ്പോൾ രാവിലെ ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാധനം കാണാൻ പറ്റുക വെച്ചാൽ പച്ചക്കറികളും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറേ മാർക്കറ്റ് ഏരിയകൾ കാണാൻ വേണ്ടി പറ്റും. എന്നാൽ നിങ്ങൾ നേരെ ഉച്ചക്ക വരുന്നതെങ്കിൽ ആ ഒരു പച്ചക്കറി മാർക്കറ്റും മറ്റേ വീട്ടിലേക്കുള്ള സാമാനങ്ങളൊക്കെ വാങ്ങുന്ന മാർക്കറ്റൊക്കെ പോയിട്ട് നേരെ ജ്വല്ലറി മാർക്കറ്റായിട്ട് മാറും കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ വലിയ ജ്വല്ലറി മാർക്കറ്റാണ് ഈ ഒരു മനേക് ചൗക്ക് എന്ന് പറയുന്നത്. ഉച്ച സമയത്ത് വന്നാൽ ഒരുപാട് ജ്വല്ലറി ഐറ്റംസ് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ വേണ്ടി പറ്റും. രാവിലത്തെയും ഉച്ചക്കത്തെയും പറഞ്ഞു. രാവിലെ പച്ചക്കറി, ഉച്ചക്ക് ജ്വല്ലറി ഐറ്റംസ്. ഇനി രാത്രി ആയി കഴിഞ്ഞാണ്ടല്ലോ ഇത് നേരെ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റായിട്ട് മാറും. കുറേ സ്ട്രീറ്റ് ഫുഡുള്ള ഏരിയകൾ ഇവിടെ മൊത്തം കാണാൻ വേണ്ടി പറ്റും. രാത്രി ആയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കാനും ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ, അത് തന്നെ ആ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും രാത്രിയാവുന്ന സമയത്ത്. ഈ കാണുന്ന കണക്കൊന്നും ആയിരിക്കില്ല. ഒരു മോസ്റ്റ് ഹാപ്പനിങ് ടൈം എന്ന് പറയുന്നത് നൈറ്റാണ്. പിന്നെ ഈ ഒരു മാർക്കറ്റിൽ കിട്ടുന്ന കൂൾഫി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് പോലും കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ പാവ് ബജി, നമ്മുടെ ബന്നഞ്ചാറും ഇല്ലേ, ബന്നഞ്ചാറും ദോശ, പിന്നെ ഒരു ടിപ്പിക്കൽ സാൻഡ്വിച്ച് ഇവിടെ കിട്ടും പോലും. ആ ഒരു ഐറ്റംസൊക്കെയാണ് ഇവിടുത്തെ യുണീക്കായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. സ്ട്രീറ്റ് വെൻഡേഴ്സ് അല്ലാതെ സാധാ കടകളും ഉണ്ട്. ബാഗ് വിൽക്കുന്നത്, കൂടുതൽ തുണികളാണ് ഇവിടെ വിൽക്കുന്നത്. സാധാരണ നമ്മൾ വീട്ടിലിടുന്ന ടൈപ്പ് പാൻറ്റുകൾ, ട്രൗസറുകൾ, ബനിയൻ, ഷർട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറവാണ്. പിന്നെ നൈറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ വിൽക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്നൊക്കെ സാധനം മേടിക്കണതിൽ എന്തും മേടിക്കാം കേട്ടോ. അത്യാവശ്യം ബാർഗെയിൻ ചെയ്യാൻ അറിയെങ്കിൽ ചെറിയ പൈസക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കാം. അതുപോലെ മാർക്കറ്റ് ഏരിയകളുണ്ട്. അത്യാവശ്യം നല്ല ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു മാർക്കറ്റാണ് ഈ മനേക് ചൗക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ റോഡിലൂടെ നടക്കുമ്പോൾ വണ്ടികൾ ശ്രദ്ധിക്കണം. ഇതുപോലത്തെ റാഷ് ഡ്രൈവിംഗ് ഉണ്ടല്ലോ, കണ്ണും ചെവിയും ഇല്ലാത്ത പോക്ക ഇവന്മാർ പോകുന്നത്. ബൈക്കായാലും ഓട്ടോ ആയാലും എല്ലാം കണക്കാ. നോക്കി നടന്നില്ലെങ്കിൽ
ബൈക്കിൻ്റെ ഓട്ടോയിലെ ഫ്രണ്ടിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അതുപോലത്തെ പോക്കാ. ഈ ഒരു ചൗക്കിൻ്റെ പ്രധാന പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ഒരു ദിവസം തന്നെ 3 തരത്തിലുള്ള ചന്തകളാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. രാവിലെ പച്ചക്കറി, വീട്ടു സാധനങ്ങൾ, ഉച്ചക്ക് ജ്വല്ലറി ഐറ്റംസ്, വൈകുന്നേരം ഫുഡ് ഐറ്റംസ്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു ചന്തയാണ്. അതേ ഉള്ളൂ. ബാക്കിയെല്ലാം എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയാണ്. റേറ്റും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ളതുപോലെ ബാർഗെയിൻ ചെയ്ത് മേടിക്കണം. ഞാനങ്ങനെ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഗീകാന്ത എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷൻ്റെ അവിടെ തന്നെ എത്തി. ഇനി നേരെ ഒരു ലേക്ക് കാണാൻ നമുക്ക് പോയാലോ? ഒരു തടാകം. കുറച്ചങ്ങോട്ട് പോകണം. അതിൻ്റെ സ്റ്റേഷൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ട് പറയാവേ. ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് പോകുന്നതേ അഹമ്മദാബാദ് എയർപോർട്ട് ഇവിടെ അടുത്താണ് കേട്ടോ. ഇവിടുന്ന് ഈ ഗീകാന്ത എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് നേരെ ഇനി പോകേണ്ടത് അപ്പാരൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. അവിടുന്ന് നേരെ കങ്കാരിയ ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വന്ന് നിൽക്കുന്ന ഈ ഗീകാന്ത റെയിൽവേ സ്റ്റേഷനൊക്കെ ബ്ലൂ ലൈനിൽ വരുന്നതാണ്, ബ്ലൂ മെട്രോ ലൈനിൽ വരുന്നതാണ്. അപ്പാരൽ പാർക്കും ബ്ലൂ തന്നെയാണ് കേട്ടോ. ഇവിടെ പിന്നെ റെഡും ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. ഈ ഒരു മെട്രോ, അഹമ്മദാബാദിൻ്റെ മെട്രോയുടെ മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഗീകാന്തയിൽ നിന്ന് അപ്പാരൽ പാർക്ക് വരെ പോകുന്നില്ല. കങ്കാരിയ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പാരൽ പാർക്കിന് തൊട്ട് മുമ്പുള്ളതാണ്. അവിടുന്ന് കങ്കാരിയ ലേക്കിലേക്ക് ദൂരം കുറച്ച് കുറവാണ്. അപ്പം അവിടെ ഇറങ്ങാം. കങ്കാരിയ ഈസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. റാപ്പിഡോയിൽ ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. 50 രൂപക്ക് കങ്ക്രിയ ലേക്കിലേക്ക് കൊണ്ടുവിടാമെന്നുള്ള ഇതിൽ ഇപ്പോൾ വരുമായിരിക്കും ഓട്ടോ. അഹമ്മദാബാദിലെ ഏറ്റവും വലിയ ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. കങ്കാരിയ ലേക്ക് എന്ന് പറയും. ഇവർ ലോക്കലി കങ്ക്രിയ ലേക്ക് എന്ന് പറയും. കങ്ക്രിയ ലേക്ക് അങ്ങനെയാണ് ഇവർ പറയുന്നത്. അവിടത്തേക്ക് വന്നിട്ടുണ്ട്. റാപ്പിഡോ എടുത്തിട്ട് 50 രൂപ, ആദ്യം 40 അടിച്ച്, 40 അവർ ക്യാൻസൽ അടിച്ചു. എന്നിട്ട് ഒരു 10 രൂപ കൂട്ടിയിട്ട് 50 ആക്കി. എന്നിട്ട് അവർ വന്നു 50 രൂപയ്ക്ക് ഇവിടെ കൊണ്ടുവന്നാക്കി. നല്ല ഓട്ടോ ഡ്രൈവർ ആയിരുന്നു കേട്ടോ. എന്നിട്ട് അവർ പോയി. നമുക്ക് ഉള്ളിലേക്ക് പോവാം തടാകം കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉള്ളിലേക്ക് കയറാനായിട്ട് എൻട്രി ഫീ എടുക്കണം കേട്ടോ. ഒരാൾക്ക് 10 രൂപ, ചെറിയ കുട്ടികൾക്ക് 5 രൂപ. ഇപ്പോൾ ടിക്കറ്റ് എടുക്കട്ടെ. ഇതാണ് ടിക്കറ്റ് കേട്ടോ. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ കങ്ക്രിയ ലേക്ക് എൻട്രി ഗേറ്റ്. ടിക്കറ്റ് ഫെയർ 10 രൂപ. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറുന്ന സമയത്ത് അവർ ദേഹപരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മാനുവലി ബാഗൊക്കെ ഉണ്ടെങ്കിൽ ബാഗ് എന്തൊക്കെ ഉള്ളത് എന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പോയിക്കോന്ന് പറയും. അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കയറണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. അതൊക്കെ പിള്ളേരെ കൂട്ടിയിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമുള്ള സാധനമാണ്. നമുക്കൊന്നും അത് പിന്നെ ആ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ലേക്ക് വരുന്നത് അതാണേ. അങ്ങോട്ടേക്ക് പോവാം. ഒരു സാധനം കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ട് നിങ്ങൾ. ചിൽ 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 ചിൽന്ന്. അണ്ണാനാണ് കേട്ടോ. അണ്ണാൻ ആ മരത്തിൻ്റെ മുകളിലുണ്ട്. ഈ പാർക്കിൻ്റെ നടുവിലൂടെ ഒരു റെയിൽവേ ട്രാക്ക് കണ്ടോ? ഒരു നാരോ ഗേജ്. അതിലൂടെ ഒരു ടോയ് ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. ഇതിലൂടെ ഈ ഒരു ലേക്കിന് ചുറ്റി പോകുന്ന ഒരു ടോയ് ട്രെയിൻ ഉണ്ട്. ഇനി വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാവേ. അഹമ്മദാബാദ് എന്ന വലിയ നഗരത്തിലെ ഏറ്റവും വലിയ തടാകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കങ്ക്രി ലേക്ക്. കങ്കാരിയ ലേക്ക്, കങ്ക്രി ലേക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവർ ലോക്കലി പറയുന്നത് തന്നെ നമുക്കും പറയാം. കങ്ക്രി ലേക്ക്. ഈ ഒരു ലേക്കിന് ചുറ്റും ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ. സൂ ഉണ്ട്, ടോയ് ട്രെയിൻ ഉണ്ട്, പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു കിഡ് സിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ടെതേർഡ് ബലൂൺ റൈഡ്, വാട്ടർ പാർക്ക്, പിന്നെ കുറേ ഫുഡ് സ്റ്റോള്, അങ്ങനെ ഒരുപാട് സാമാനങ്ങൾ ഈ ഒരു ലേക്കിന് ചുറ്റുമുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റിന് പറ്റിയൊരു സ്ഥലമാണ്. കങ്കാരി എന്ന പേര് ഈ ഒരു സ്ഥലത്തിന് വന്നതിന് ഒരുപാട് കഥകൾ ഹിസ്റ്റോറിക്കലി പറയപ്പെടുന്നുണ്ട്. അതിലൊരെണ്ണം, ഈ ഒരു സ്ഥലത്ത് മൈനിങ് ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് വലിയ അളവിൽ ചുണ്ണാമ്പ് കല്ല് എന്ന് പറയും, അതായത് ലൈം സ്റ്റോൺ. ഗുജറാത്തിയിൽ ഈ ചുണ്ണാമ്പ് കല്ലിനെ കങ്കാർ എന്നാണ് പറയുന്നത്. ആ കങ്കാർ കുഴിച്ചെടുത്തുകൊണ്ട് തന്നെ ഗുജറാത്തി ഭാഷയിൽ ഈ കല്ലിനെ കങ്കാർ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആ ഒരു പേര് കങ്കാരിയ അല്ലെങ്കിൽ കങ്ക്രി, അങ്ങനെ ഒരു പേര് ഇതിന് വന്നു എന്ന് പറയപ്പെടുന്നു. പിന്നെ മറ്റൊരു കഥ എന്താന്ന് പറയുന്നത് വെച്ചാൽ, സുൽത്താനായിരുന്ന കുത്തുബുദ്ദീൻ അന്നത്തെ ഒരു സന്യാസിയായിരുന്ന ഷാ ആലമിനോട്
ടാങ്ക് നിർമ്മിക്കാനും പൂന്തോട്ടം, അതായത് ഗാർഡൻ നിർമ്മിക്കാനായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഈ ഒരു സ്ഥലത്ത്, അതായത് ആ സന്യാസിയായിരുന്ന ഷാ ആലം ഈ ഒരു സ്ഥലത്ത് കുറച്ച് കല്ലുകൾ ഇങ്ങനെ വിതറി. പിന്നീട് അവിടെ കുഴിച്ചെടുത്ത് തടാകം നിർമ്മിക്കുകയും അങ്ങനെ ആ ഒരു തടാകത്തിന് കങ്കരിയ എന്ന പേരും, ആ ഒരു തടാകവും ആ തടാകത്തിന് ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു ഏരിയക്കും കങ്കരിയ എന്ന് പറഞ്ഞിട്ടുള്ള പേരും നൽകി എന്നാണ് മറ്റൊരു കഥയിൽ ഈ ഒരു പേര് വന്നതിൻ്റെ ചരിത്രം പറയുന്നത്. ചരിത്രം ഈ ഒരു 2 കഥകൾ കൊണ്ട് തീരുന്നില്ല. ഈ പേര് വന്നതിന് കാരണം പറഞ്ഞിട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഞാൻ വിക്കിപീഡിയ അത് ഇതൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ചരിത്രം കണ്ടു. എല്ലാം കൂടി പറയാൻ നിന്നാൽ വീഡിയോ ഭയങ്കര ബോറിംഗ് ആയിപ്പോവും. ഒരു ചരിത്ര പുസ്തകമുള്ള വീഡിയോ കണക്കെ ആയിപ്പോവും. അതിലെനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ചരിത്രത്തിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിക്കിപീഡിയ നോക്കിയാൽ മതി. ഫാമിലിയായിട്ട് ഈ ഒരു പാർക്കിലേക്ക് വന്നാൽ നല്ല വൃത്തി എൻജോയ് ചെയ്തിട്ട് പോവാം കേട്ടോ. ഇവിടെ ഒരു സ്നോ പാർക്ക് ഉണ്ട്. അതിന് തൊട്ടപ്പുറം ഒരു ഫൺ കാർണിവൽ എന്നാ ബൽവാത്തിക എന്താണെന്നറിയില്ല. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിള്ളേരൊക്കെ കൂട്ടി വന്നാൽ അതിലൊക്കെ കയറി കുറേ റൈഡുകളൊക്കെ കയറാൻ വേണ്ടി പറ്റും. നൈസായിരിക്കും. ഇതിന് ചുറ്റും കുറേ അട്രാക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരെണ്ണമാണ് ഈ കിഡ്സ് സിറ്റി കേട്ടോ. ചെറിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന പാർക്ക്. ഇവിടെ കുറേ പക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറക്കുന്ന. ഇവിടെ നമുക്ക് ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ കിട്ടും. പെർ പേഴ്സൺ 20 രൂപ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇതേ ബോട്ടും കാര്യങ്ങളൊക്കെ ഇതെവിടെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ബോട്ട് യാത്ര. ഈ കങ്ക്രിയ ലേക്കിൻ്റെ ഇതൊരു വലിയ ലേക്കാണ്. ആ ലേക്കിൻ്റെ നടുവശത്തായിട്ട് ഇങ്ങനെ ഒരു ഐലൻഡ് പോലെയുണ്ട്. ആ ഒരു ഐലൻഡിനെ പറയുന്ന പേരാണ് നാഗിനവാടി എന്ന് പറയുന്നത് കേട്ടോ. മധ്യഭാഗത്തുള്ള ദ്വീപ്. മുഗൾ രാജാക്കന്മാർക്കായി നിർമ്മിച്ച ഒരു ചെറിയ സമ്മർ പാലസ് ആയിരുന്നു ഈ ഒരു ദ്വീപ്, ആ ഒരു സ്ഥലം കേട്ടോ. മുഗൾ രാജാക്കന്മാർക്ക് ഏത് കാലത്തായിരിക്കുമല്ലോ അപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ഇതൊക്കെ. ഈ ഒരു കങ്ക്രിയ ഈ ഒരു ലേക്കിന് ചുറ്റായിട്ട് 2008 തൊട്ട് എല്ലാ വർഷവും ഡിസംബറിൽ അവസാനം ഒരു കാർണിവൽ സംഘടിപ്പിക്കാറുണ്ട് ഇവിടെ. കങ്ക്രിയ കാർണിവൽ എന്നാണ് അതിനെ പറയുന്നത്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കാർണിവലാണ് അത്, കങ്ക്രിയ കാർണിവൽ. ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് കണ്ടു. നടന്നു വരുന്ന സമയത്ത് ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ചിത്രശലഭങ്ങൾ ഉണ്ടാവുമായിരിക്കും ഉള്ളിൽ. കയറാൻ വയ്യ, എൻട്രി ഫ്രീ ആണ്, പൈസയൊന്നും കൊടുക്കൊന്നും വേണ്ട. ഇവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിതേ വരുന്നുണ്ട് കേട്ടോ. 2010 നിർമ്മിച്ചതാണോ ആയിരിക്കും അല്ലേ. ഇപ്പോൾ പോയ ടോയ് ട്രെയിനില്ലേ, ആ ടോയ് ട്രെയിനിൻ്റെ പേര് അടൽ എക്സ്പ്രസ് എന്നാണ് കേട്ടോ. അടൽ ബിഹാരി വാജ്പേയി ഇല്ലേ, വാജ്പേയിനെ എല്ലാവർക്കും അറിയില്ലേ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ 2008 ഡിസംബർ 25 അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് ഈ ഒരു ടോയ് ട്രെയിന് അദ്ദേഹത്തിൻ്റെ പേരിട്ടു. അങ്ങനെയാണ് അടൽ എക്സ്പ്രസ് എന്ന പേര് ആ ഒരു ടോയ് ട്രെയിന് വീണത്. ഈ ഒരു ലേക്കിന് ചുറ്റും, അതായത് 4.5 കിലോമീറ്റർ നീളമുള്ള ട്രാക്കിലൂടെ മണിക്കൂറിൽ വെറും 10 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഈ ഒരു ട്രെയിൻ ഏകദേശം ഒരേ സമയത്ത് തന്നെ 150 ആൾക്കാർക്ക് കയറാൻ പറ്റും കേട്ടോ. 150ഓളം ആൾക്കാർ ഒരേ സമയം 4.5 കിലോമീറ്റർ ദൂരമുള്ള ട്രാക്കിലൂടെ ഈ ഒരു ലേക്കിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുന്നു. അത് തന്നെയാണ് ടോയ് ട്രെയിൻ. ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ടില്ലേ, അന്ന് ഉക്കടം മാർക്കറ്റിൽ പോയില്ലേ, അവിടുന്ന് മേടിച്ച ഷർട്ടാണ് കേട്ടോ. 300 രൂപയ്ക്ക് മേടിച്ച ഷർട്ടാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സുഖമുണ്ട്. ഇട്ടിട്ട് നടക്കാൻ നല്ല സുഖമുണ്ട്. വേർത്ത് കുളിച്ച് നിൽക്കുക പുറം ഭാഗമൊക്കെ. പക്ഷേ പുറത്തേക്ക് അങ്ങനെ ചൂട് എന്താ പറയുക, ഉള്ളിലേക്ക് അങ്ങനെ ചൂട് അറിയുന്നില്ല. നല്ല തുണിയാണ്. ദേഹത്ത് ഇങ്ങനെ പറ്റി നിൽക്കുന്നില്ല. ഒരു പറ്റി നിൽക്കാത്ത തുണികളാണ് എനിക്കിഷ്ടം. ദേഹത്ത് ഇങ്ങനെ പറ്റി നിന്നാൽ ഒരുമാതിരി വേർപ്പ് ഇങ്ങനെ പറ്റുന്നത് പോലെ ഉണ്ടാവും. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു സിംഹത്തിൻ്റെ രൂപം കണ്ടോ ഇവിടെ ആക്കി വെച്ചത്. കോൺക്രീറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ മരത്തിൻ്റെ ആ ഒരു പെയിൻ്റൊക്കെ കൊടുത്തിട്ട് മരത്തിനെ കൊണ്ടാക്കിയത് പോലെയുണ്ട്. അറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടൊന്നും കാണുന്നില്ല. നൈസല്ലേ. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്നപ്പോൾ ഹോട്ടൽ സാഗർ പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടേ. അവിടെ കയറിയിട്ടൊരു മസാല ദോശ ഞാൻ മേടിച്ചു. നല്ല കിടില മസാല ദോശ കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് എനിക്ക് കിട്ടി. എന്നിട്ടൊരു പ്ലെയിൻ ദോശ കൂടി മേടിച്ചു. എന്നിട്ട് രണ്ടും കൂടി 175 രൂപ എങ്ങാനായി. ഹോട്ടൽ സാഗർ. ഇനി നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ കയറി കഴിച്ചോട്ടോ.
അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് കഴിക്കുന്ന അതേ ഫീൽ കിട്ടി എനിക്ക്. അതുകൊണ്ട് വയറിനൊരു സുഖം കിട്ടി. ഇനി സ്റ്റേഷനിലേക്ക് പോയിട്ട് എൻ്റെ ബാഗ് എടുക്കണം. അത് കഴിഞ്ഞിട്ടൊന്ന് കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കണം. നോക്കട്ടെ ഇവിടെ വെയിറ്റിംഗ് ഹാൾ എങ്ങനെയാണെന്ന് അറിയില്ല. AC വെയിറ്റിംഗ് ഹാൾ നോക്കണം. അങ്ങനെ തിരിച്ച് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി കേട്ടോ. ഇനി ഇവിടുന്ന് ഞാൻ സൂര്യനഗരി എക്സ്പ്രസ് എന്നിട്ടൊരു വണ്ടിയുണ്ട്. ആ വണ്ടി കയറിയിട്ട് രാത്രിക്ക് നേരെ ജോധ്പൂരിലേക്ക് പോകും. അടുത്ത വീഡിയോ നിങ്ങൾ കാണുന്നത് ജോധ്പൂരിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.